അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 12 ക്രിസ്തു വർഷം 570 ആ വർഷം ആമുൽ ഫിൽ എന്നാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിന ബീവിയുടെ വയറ്റിൽ 2 മാസം ആയിരുന്ന സമയത്ത് തന്നെ പിതാവ് അബ്ദുള്ള വഫാത്തായി. ഗർഭകാലത്ത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. തനിക്ക് പിറക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മഹാനായ വ്യക്തിയാണെന്നും പ്രസവിക്കപ്പെട്ടാൽ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്നും ആമിന ബീവി സ്വപ്നം കണ്ടിരുന്നു. സാധാരണ സ്ത്രീകൾക്ക് ഗർഭകാലത്ത് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആമിന ബീവിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പ്രസവ സമയത്തു ഒരു വേദനയോ പ്രയാസമോ ഉണ്ടായിരുന്നില്ല. സുറുമയിട്ട കണ്ണുകളോടെ കർമ്മം ചെയ്തവരായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസവിക്കപ്പെട്ടത്. ആ സമയത്ത് സാവ തടാകം വറ്റി വർഷങ്ങളായിട്ട് അവിടുത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്ന തീ അണഞ്ഞു, ബിംബങ്ങൾ തലകുത്തി വീണു തുടങ്ങിയ ഒട്ടനേകം അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം പാലൂട്ടിയത് ആമിന ബീവി തന്നെ ആയിരുന്നു. പിന്നീട് സുബൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീ ആയിരുന്നു. അതിനുശേഷം ഹലീമ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പാലൂട്ടി. അക്കാലത്ത് അറബികൾക്കിടയിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാൻ മറ്റ് ഗ്രാമീണ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ കൈമാറുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഇത് കുട്ടികളുടെ നല്ല ആരോഗ്യത്തിനും അവരുടെ അറബിക് ലാംഗ്വേജ് വ്യക്തത ഉണ്ടാക്കുന്നതിനും വേണ്ടിയായിരുന്നത്ര. നബി തങ്ങൾ ജനിച്ച 7-ാം ദിനം അക്കീഖ അറുക്കുകയും കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ഇത് രണ്ടും നിർവഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. നാട്ടാചാരം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് കൈമാറാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ മക്കയിലെ കുഞ്ഞുങ്ങളെ എടുക്കാനായി ബനു സഅദിലെ കുറച്ചു സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോടൊത്ത് മക്കയിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ ഹലീമ ബീവിയും ഉണ്ടായിരുന്നു. ഹലീമ ബീവിയുടെ ഒട്ടകം വളരെ ക്ഷീണിച്ച ഒട്ടകം ആയിരുന്നത് കൊണ്ട് എല്ലാവരേക്കാളും പിന്നിലായിരുന്നു. ഹലീമ ബീവി വന്ന സ്ത്രീകളെ എല്ലാം ഏറ്റെടുക്കാനുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുടെ പണവും പത്രാസും നോക്കിയാണ് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തു കൊണ്ടിരുന്നത്. ഹലീമ ബീവി വളരെ മെലിഞ്ഞവളും ആരോഗ്യം കുറഞ്ഞവളും ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ എല്ലാ ഉമ്മമാരും മടി കാണിക്കുകയായിരുന്നു. അതേസമയം കൂടെ വന്ന സ്ത്രീകൾക്കെല്ലാം കുഞ്ഞുങ്ങളെ കിട്ടി. പിന്നെ പിതാവില്ലാത്തതിനാൽ അനാഥയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുക്കാൻ ആരും തയ്യാറായില്ല. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാത്ത വാത്സല്യവും ഇഷ്ടവും തോന്നിയ ഹലീമ ബീവി പിന്നെ ഭർത്താവായ ഹാരിസിനോട് ഈ കുഞ്ഞിനെ നമ്മൾ എടുത്താലോ എന്ന അഭിപ്രായം ചോദിച്ചു. ഉടനെ തന്നെ ഭർത്താവ് പൂർണ്ണ സമ്മതം നൽകി. ഹലീമ ബീവി ആമിന ബീവിയെ സമീപിച്ചു. ആവശ്യം അറിയിച്ചപ്പോൾ തന്നെ ആമിന ബീവി നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണ് എന്നെല്ലാം ചോദിച്ചു. ഞാൻ ബനു സഅദിലെ അബൂ ദുഐബിന്റെ മകൾ ഹലീമയാണ് എന്ന് പറഞ്ഞതും ആമിന ബീവിക്ക് വളരെ സന്തോഷമായി. കാരണം എന്തെന്നല്ലേ, ബനു സഅദിലെ അബൂ ദുഐബിന്റെ മകൾ ഹലീമക്ക് തൻ്റെ കുഞ്ഞിനെ പാലൂട്ടാൻ കൊടുക്കണം എന്ന് ആമിന ബീവി നേരത്തെ തന്നെ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ ആമിന ബീവി കുഞ്ഞിനെ കൈമാറി. അത് കഴിഞ്ഞ് എല്ലാ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായി നാട്ടിലേക്ക് തിരിച്ചു. മടക്കയാത്രയിൽ ഹലീമ ബീവിയുടെ ഒട്ടകം കുതിച്ചു പാഞ്ഞു. ഹലീമ, വേഗത കുറക്കൂ, നിന്റെ ഒട്ടകത്തിന്റെ കൂടെ എത്താൻ ഞങ്ങളുടെ ഒട്ടകങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മറ്റു സ്ത്രീകൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു. നീ ബർക്കത്തുള്ള കുട്ടിയെയാണ് എടുത്തിരിക്കുന്നത്, നിന്റെ ഒട്ടകത്തിനോ ആരോഗ്യം വന്നിരിക്കുന്നു.
ഒട്ടകത്തിൻ്റെ ഒട്ടിയ അകിട്ടിൽ നിറയെ പാൽ നിറഞ്ഞിരിക്കുന്നു. ഹലീമ ബീവി ആരോഗ്യവതിയായിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഹലീമ ബീവിയുടെ വീട്ടിൽ ഉണങ്ങിയ മരങ്ങൾ തളിർക്കുകയും കായ്ക്കുകയും ചെയ്തു. വീട്ടിലെപ്പോഴും കസ്തൂരിയുടെ സുഗന്ധം നിറഞ്ഞു നിന്നു. അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ രോഗമുള്ള ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവെക്കും. അപ്പോൾ രോഗം സുഖപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹലീമ ബീവിയുടെ മകൻ അബ്ദുള്ള എന്ന ലംറത്തിന്റെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ ജീവിച്ചു. അസ്സലാമു അലൈക്കും. 2 വയസ്സിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലൂട്ടൽ നിർത്തിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു കൊടുക്കാൻ ഹലീമ ബീവിക്ക് കഴിയുമായിരുന്നില്ല. അവർ ആമിന ബീവിയോട് സമ്മതം ചോദിച്ച് വീണ്ടും കുഞ്ഞിനെ കൂടെ താമസിപ്പിച്ചു. 4 വയസ്സിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ളയുടെ കൂടെ ഒരുമിച്ച് ഒരു ദിവസം കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 2 മലക്കുകൾ മനുഷ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമുമായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർത്തി ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ശൈത്താൻ എടുത്തു കളഞ്ഞു, പഴ പോലെ ആക്കുകയും ചെയ്തു. ഇത് കണ്ട് ഭയന്ന് വിറച്ച ലംറത്ത് ധൃതിയിൽ വീട്ടിലേക്ക് ഓടി ഉമ്മയോടും ഉപ്പയോടും വിവരം അറിയിച്ചു. അവർ ഓടി വന്നപ്പോഴേക്കും ആരെയും കണ്ടില്ല. അവർ നബി തങ്ങളെ പരിശോധിച്ചപ്പോഴും അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. ഈ സംഭവത്തിനു ശേഷം കുഞ്ഞിന് വല്ല അപകടവും സംഭവിക്കുമോ എന്ന് ഭയന്ന് കുഞ്ഞിനെ ആമിന ബീവി തിരിച്ച് ഏൽപ്പിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഉമ്മയുടെ കൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നത്. 6 വയസ്സായപ്പോൾ ഉമ്മയുടെ കൂടെ അമ്മാവന്മാരെ സന്ദർശിക്കാനായിട്ട് പോയി. അവർ അവിടെ 1 മാസം താമസിച്ചു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീന്തൽ പഠിച്ചു. ഈ യാത്രയിൽ അവരുടെ കൂടെ ഉമ്മു ഐമൻ എന്ന ദാസിയും ഉണ്ടായിരുന്നു. 1 മാസത്തിനു ശേഷം അവർ മക്കയിലേക്ക് മടങ്ങി. യാത്രാമധ്യേ അവ്വാ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആമിന ബീവി വഫാത്തായി. അന്ന് ആമിന ബീവിക്ക് 20 വയസ്സും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സുമായിരുന്നു. ഉമ്മു ഐമൻ കുഞ്ഞിനെ നേരെ ഉപ്പാപ്പ അബ്ദുള്ളയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നീട് ഉപ്പാപ്പയുടെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. 8 വയസ്സ് ആയപ്പോൾ ഉപ്പാപ്പയും വഫാത്തായി. പിന്നീട് അങ്ങോട്ട് മൂത്താപ്പ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു നബി തങ്ങൾ വളർന്നത്. സ്വന്തം മക്കളേക്കാൾ വാത്സല്യമായിരുന്നു അബൂ ത്വാലിബിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത്. എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. ബാല്യകാലത്ത് തന്നെ മൂത്താപ്പയെ സഹായിക്കാൻ നബി തങ്ങൾ മിടുക്ക് കാണിച്ചിരുന്നു. അങ്ങനെയിരിക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സായപ്പോൾ അബൂ ത്വാലിബിന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകാൻ സമയമായി. എന്നാൽ അത്ര പോലും നബി തങ്ങളെ പിരിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ തങ്ങളെയും കൂട്ടി ഷാമിലേക്ക് യാത്ര ആരംഭിച്ചു. അസ്സലാമു അലൈക്കും.